ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 21 മെയ് 2026 വ്യാഴാഴ്ച. ഈ മാസത്തെ 20ാമത്തെ ദിവസം കാത്തിരിപ്പിന്റെ 7ാമത്തെ ദിവസമാണ് എന്ന് ഈ വർഷത്തെ 141ാം ദിവസം ആണ്. ഇന്ന് 512ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം കരുണയും ദയയും പരേതരുടെ മേൽ ചൊരിയുമോ. കരുണയും ദയയും പരേതരുടെ മേൽ ചൊരിയുമോ എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. അപ്പോസ്തോലിക സഭയിൽ വിശ്വാസികളായ മരിച്ചുപോയവരോട് കരുണയ്ക്കായി അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ ഇതിന് പല സാക്ഷ്യങ്ങളും നൽകുന്നുണ്ട്. ദൈവം കരുണയും ദീർഘക്ഷമയും അളവില്ലാത്ത ദയമുള്ളവനാണെന്ന് സഭ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വാസികളായ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവാണ് ദൈവം. അതിന് തെളിവാണ് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഞാൻ കർത്താവിനുള്ളവൻ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതെന്ന് റോമർ 14:8-9 പറഞ്ഞിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരോട് കരുണ കാണിക്കുമെങ്കിൽ മരിച്ചവരോടും കരുണ കാണിക്കും എന്നല്ലേ നമുക്കിവിടെ അർത്ഥമാക്കേണ്ടത്. യൂദ എഴുതിയ ലേഖനത്തിൽ കർത്താവിന്റെ കരുണ ലഭിപ്പാൻ നാം കാത്തിരുന്നു പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമാക്കി ഉപദേശിക്കുന്നു. യൂദ 1:21. എഫേസോസിൽ വെച്ച് ഒനേസിഫോറസ് എന്ന സുവിശേഷകൻ ചെയ്ത സഹായവും അവന്റെ വിശ്വാസവും അവന്റെ മരണശേഷം പൗലോസ് അപ്പോസ്തലൻ ഓർത്ത് വിവരിക്കുന്നത് 2 തിമോത്തിയോസ് 1:15 മുതൽ 18 വരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലേഖനം AD 68 റോമിൽ വെച്ച് എഴുതിയതായി കണക്കാക്കപ്പെടുന്നു. ഇത് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ വധശിക്ഷയ്ക്കായി റോമിലേക്ക് അയക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ലേഖനത്തിൽ സഭയുടെ ക്രമം, ഉപദേശം, അച്ചടക്കം എന്നീ നിർദ്ദേശങ്ങളുണ്ട്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടതയും അധ്വാനവും നിറഞ്ഞ അന്നത്തെ വേളകളിൽ അദ്ദേഹത്തെ സഹായിച്ചവരെയും ഉപേക്ഷിച്ചവരെയും ചില സന്ദർഭങ്ങളിൽ എഴുത്തുകളിൽ കൂടി ഓർക്കുകയാണ്. തിമോത്തിയോസിന് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഏഷ്യയിൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്ക് അറിയാമല്ലോ. ഫിഗോലോസും ഹെർമോഗനേസും അവരിൽ ഉൾപ്പെടുന്നു. ഒനേഫോസിന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവ് കാരുണ്യം ചൊരിയട്ടെ. എന്തെന്നാൽ അവൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചങ്ങലകളെ പറ്റി അവൻ ലജ്ജിച്ചിട്ടുമില്ല. അവൻ റോമിലെത്തിയപ്പോൾ എന്നെപ്പറ്റി ആകാംക്ഷാപൂർവം അന്വേഷിക്കുകയും എന്നെ കാണുകയും ചെയ്തു. എഫേസോസിൽ വെച്ച് അവൻ ചെയ്ത സേവനങ്ങളെ പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ. അവസാന ദിവസം കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിക്കുവാൻ അവിടുന്ന് അവന് അനുഗ്രഹം നൽകട്ടെ. ആ ദിവസത്തിൽ, അതായത് വിധിനാളിൽ, കർത്താവിൻ്റെ കരുണ അവന് ലഭിക്കുവാൻ കർത്താവിൽ തന്നെ സംഗതിയാകട്ടെ. ഈ അവസാനത്തെ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ആ ശിഷ്യനു വേണ്ടി അപ്പോസ്തലൻ കരുണയ്ക്കായി യാചിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ധർമാദികൾ, വിശുദ്ധ കുർബാന, നോമ്പ് മുതലായവ ആദിമ ക്രിസ്തീയ സഭകളിൽ ഉണ്ടായിരുന്നു. ഇന്നും അത് തുടരുന്നു. തനിക്ക് വേണ്ടിയോ പരേതർക്ക് വേണ്ടിയോ കഷ്ടം സഹിക്കുന്നതിന് സ്നാനമേൽക്കുക എന്ന് പറയാറുണ്ട്. നമ്മുടെ കർത്താവ് ഒരിക്കൽ മാത്രം സ്നാനം യോർദാൻ നദിയിൽ കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് പല ഉപമകളും ദൃഷ്ടാന്തങ്ങളും നൽകുമ്പോൾ, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുമ്പോഴും ഞാൻ എത്ര ഞെരുങ്ങുന്നുവെന്ന് ലൂക്കോസ് എവൻഗേലിയോസ് 12-50 പറയുന്നുണ്ട്. ഇതേപോലെ വേറൊരു സന്ദർഭത്തിൽ സബദിപുത്രന്മാരോട് യേശു പറയുന്നു: നിങ്ങൾ യാചിക്കുന്നത് എന്നത്തെ എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. മത്തായി 20:22. ഇവിടെയൊക്കെ കർത്താവ് അനുഭവിപ്പാൻ പോകുന്ന കഷ്ടതയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞെരുക്കം, പ്രയാസം, ത്യാഗം എന്നിവ ഇവിടെ അർത്ഥമാക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി അവയൊക്കെ സഹിക്കുന്ന പതിവ് യഹൂദ സഭയിൽ ഉണ്ടായിരുന്നു. ആദിമ ക്രൈസ്തവ സഭയിൽ ഇത് തുടർന്ന് വരുന്നതായി അപ്പോസ്തോലിക സഭകൾ പറയുന്നു. മരിച്ചവരോട് കരുണ കാണിക്കുമോ എന്ന തർക്ക വിഷയത്തില് വെളിച്ചമേക്കുന്ന ഒരു സംഭവം പഴയ നിയമത്തിലുണ്ട്.
ബോവസിന്റെ കൃഷിസ്ഥലത്ത് വിധവയായ രൂത്ത് കാലാപെറുക്കുവാൻ ചെന്നപ്പോൾ ബോവസ് അവളോട് കാണിച്ച സൗഹൃദവും ദയയും അവളുടെ അമ്മാവിയമ്മയായ നവോമിയോട് വിവരിക്കുന്നു. അതിന് നവോമി മരുമകളായ രൂത്തിനോട് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. രൂത്ത് 2:20. ഈ വാക്യത്തിൽ അടിസ്ഥാനത്തിൽ മരിച്ചവരോട് യഹോവ ദയ കാണിക്കുന്നവനല്ലേ എന്നതുള്ളത് സത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് കരുണയും ദയയും പരേതരുടെ മേൽ ചുരിയുമോ എന്നുള്ളതാണ്. കണിശമായിട്ടും അത് ഉണ്ടാകുന്നുണ്ട്. അനേക ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. അതൊക്കെയും നാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു പഴയ നിയമത്തിലെ മറ്റൊരു സംഭവം സക്കറിയ പ്രവാചകൻ ദർശനത്തിൽ കണ്ടതാണ്. സക്കറിയ 3:1-5 വരെയുള്ള വാക്യങ്ങൾ ഇത് വിവരിക്കുന്നു. ഈ ഭാഗത്ത് ദൈവത്തിന്റെ കരുണയും ദയയും കടന്നുപോയ വിശുദ്ധ ആത്മാവിന് ചൊരിയുന്നതായി എഴുതിയിരിക്കുന്നു. വാക്യം ഇങ്ങനെ തുടങ്ങുന്നു: അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്നും നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്നവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്ക് നിൽക്കുകയായിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ മരിച്ചവരോട് ദയയും കരുണയും ചൊരിയുന്നു എന്നുള്ളതിന് അനേക ഉദാഹരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത്, നമുക്ക് കരുണയും ദയയും ലഭിക്കത്തക്കവണ്ണം നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പരേതർക്ക് വേണ്ടി നാം ഇടപെടാതെ പ്രാർത്ഥിക്കണം. അവരുടെ അറിവോടും അറിവിടാതെയും മനസ്സോടും എന്തെങ്കിലും തെറ്റുകൾ അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് അവരോട് ദയയും കരുണയും കാണിക്കത്തക്കവണ്ണം നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദയാലുവാണ്. അവൻ അവരോട് ക്ഷമിക്കും, അവരോട് ദയയും കരുണയും കാണിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മെയും ദൈവം അനുഗ്രഹിക്കും. അതിന് ഉത്തമ ഉദാഹരണം യോബ് ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കാത്തിരിപ്പ് ദിവസങ്ങളിൽ നാം ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.